ഹായ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത്രയും സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ ഒരു സ്വപ്നം, ആ ഒരു സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായിട്ട് എൻ്റെ ഒരു കവിത ദിശ പബ്ലിക്കേഷൻസിൻ്റെ ഒരു പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം എന്ന് എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്കതൊന്ന് തുറന്നു നോക്കാം. എനിക്ക് കണ്ണൊക്കെ നിറയുന്നുണ്ട്. കാരണം ഇതെൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. അതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. എൻ്റെ കവിതയ്ക്ക് കിട്ടിയ അംഗീകാരമാണ്. എന്നെപ്പോലുള്ള ഒരുപാട് തുടക്കക്കാർക്ക് ഇതുപോലുള്ള അവസരങ്ങൾ നൽകുന്ന ദിശ പബ്ലിക്കേഷൻസിനും അതിൻ്റെ സംഘാടകർക്കും ആദ്യം തന്നെ നന്ദി പറയട്ടെ കേട്ടോ. കാരണം അവരൊന്നും ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ കവിതകളൊന്നും പബ്ലിഷ് ചെയ്ത് വരില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല കേട്ടോ. ഇതാണ് പുസ്തകം. ഒരുപാട് കവിഹൃദയങ്ങൾ ഒന്നിക്കുന്ന ഒരു പുസ്തകമാണ്, ഒരു സമാഹാരമാണ്. പ്രണയപൂർവ്വം നിന്നോട് ഒരുപാട് മനോഹരങ്ങളായ പ്രണയ കവിതകളുണ്ട്. അതിൽ എൻ്റെ ഒരു കവിതയുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, നോക്കുന്നേ ഉള്ളൂ. കവിത ഞാൻ കാണിച്ചു തരാം. എന്താ പറയുക, എൻ്റെ ഈ സ്വപ്നത്തിന് വേണ്ടി ഇപ്പം ഞാൻ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അവരോടൊക്കെ നന്ദി മാത്രമേ ഉള്ളൂ. കാരണം അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കണമെന്ന് പിന്നെയും മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എവിടെയെങ്കിലുമൊക്കെ എത്തണം, ഇതാണ് നിൻ്റെ വഴി എന്നൊക്കെ പലപ്പോഴും മനസ്സ് പറയാൻ കാരണം എന്താ, ഇവരൊക്കെ തന്നെയാണ്. അപ്പം എല്ലാവർക്കും നന്ദി, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ അത്ര വലിയ എഴുത്തുകാരിയൊന്നുമല്ല, ഒരു തുടക്കക്കാരി മാത്രമാണ്. ഇതാണ് എൻ്റെ കവിത, മഴ മർമ്മരം ബൈ രേഷ്മ നിഷാദ്. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും സന്തോഷത്തിലെ വെല്ലാൻ നിൽക്കുന്നത്. ഇനിയും ഒരുപാട് കവിതകൾ എന്നിൽ നിന്നും പിറക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കവിതകൾ മാത്രമല്ല, കഥകളായിട്ടും ഒരുപാട് എഴുത്തുകൾ എനിക്ക് എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനകൾ ഉണ്ടാവുക. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. നിങ്ങളോട് ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. ശരി, ഞാൻ ഈ കവിതകളൊക്കെ ഒന്ന് വായിക്കട്ടെ കേട്ടോ.